ഹലോ ഗായ്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമ്മുടെ പറമ്പെല്ലാം നമ്മളൊന്ന് വൃത്തിയാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, നമ്മുടെ കൂടെ നമ്മുടെ ഗണേശണ്ണനുണ്ട് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും പുള്ളിക്കാരൻ ആരാണെന്ന്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോവലൊക്കെ കഴിഞ്ഞ ദിവസത്തെ മഴയിലും കാറ്റിലും ഒക്കെ ആയിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആടി ഒലിഞ്ഞൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അവന്മാരെ ഒന്ന് സെറ്റാക്കുന്നതാണ് ആദ്യത്തെ ടാസ്ക്. അപ്പോൾ വള്ളിയൊക്കെ ഓൾറെഡി നമ്മൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ചെടുത്തൊക്കെ ഒന്ന് കെട്ടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അവരെല്ലാം ശിഖരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് അത് വീണ്ടും മരത്ത് കൊളുത്ത് പോകുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ മമ്മി അതൊക്കെ ഒന്ന് കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കൂടെ ജോയിൻ ചെയ്തു. അപ്പോൾ അതുങ്ങളെ ഇങ്ങനെ നമ്മൾ കറക്കി കറക്കി വിട്ടു കൊടുക്കുമ്പോഴത്തേക്ക് അവരങ്ങ് കയറിപ്പോയിക്കോളും. അപ്പോൾ കോവലൊക്കെ ആയി വരാനും ഈസിയാണ്. അപ്പോൾ ഇന്നും നമുക്കൊരു 6-7 കോവയ്ക്കും വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പറിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കിച്ചൂസായിട്ടുള്ള യുദ്ധവും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയെല്ലാം ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ തുടങ്ങിയതാണ് കേട്ടോ പണി. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ ഏകദേശമൊക്കെ ഒന്ന് വൃത്തിയാക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കോവലെല്ലാം നന്നായിട്ട് പടർത്തി വിടുന്നുണ്ട്. നമുക്ക് ആ ഒരു ഭാഗത്ത് മരങ്ങളും ഒക്കെ കുറവായതുകൊണ്ട് ഒരുപാട് പടർത്തി വിടാനൊന്നും പറ്റത്തില്ല കേട്ടോ. എന്നാലും ഒക്കുന്ന രീതിയിലെല്ലാം നമ്മൾ പടർത്തി വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോച്ച പറിക്കാനിരിക്കുകയാണ് കേട്ടോ. ചെത്തി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കാരണം വീണ്ടും പോച്ചകൾ കിളിർത്ത് വരുന്നതുകൊണ്ട് നമ്മൾ പിച്ച് പറിച്ചെടുക്കുക. അതിൻ്റെ മൂടോടിങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വരത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മളിങ്ങനെ മൂടോടെ പറിച്ചെടുക്കാൻ നോക്കിയാണ്. അങ്ങനെ ഞാൻ പറിച്ചെടുത്തപ്പോൾ തന്നെ അങ്ങ് ഗണേശങ്ങൾ വഴക്ക് പറയുകയാണ് കേട്ടോ. ഞാൻ പറിച്ചെടുക്കുന്ന നല്ല സ്പീഡിൽ പറിച്ചെടുക്കും. അപ്പോൾ പുള്ളിക്കാരൻ പറയും നമ്മുടെ കൂടെ എത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറിച്ചെടുക്കുകയാണെന്ന്. അപ്പോൾ ഗണേശനും പറയുമായിരുന്നു കേട്ടോ, എനിക്ക് ഇരട്ടി പണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. കാരണം ഞാൻ പിച്ചുമ്പം പോച്ചയുടെ മേൽഭാഗം മാത്രമേ വരുന്നുള്ളൂ, അതിൻ്റെ കുറ്റിയുടെ ഭാഗം അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗണേശണ്ണൻ പറയുകയാണ് വേണ്ട പൊയ്ക്കോ, ഞങ്ങൾ പറിച്ചോളാണെന്ന്. അപ്പോൾ ഗണേശണ്ണൻ എന്നിട്ട് ആ ഒരു സൈഡിൽ നിന്ന് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഇതെല്ലാം ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ നമുക്കിത് വലിയ വശമില്ലാത്ത പണി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ ഓക്കെ ആക്കി എടുക്കുന്നത്. എന്നിട്ടും എന്നെ കളിയാക്കിയതിൻ്റെ പ്രാവശ്യമായിട്ട് ഞാൻ ചലഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ആ കുറ്റിയൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നടക്കത്തില്ല, ഞാൻ പറിച്ചിട്ട് മാത്രം ഇത് വരുന്നില്ല. അതെന്താ അങ്ങനെയെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തെ അങ്ങേ അറ്റത്തുനിന്നേ പണി തുടങ്ങിയതാണ് കേട്ടോ. നമുക്ക് അങ്ങേ മുതലേ ഉണ്ടായിരുന്നു കേട്ടോ പോച്ച പറിക്കാൻ. അങ്ങനെ ഒരു വിധമെല്ലാം നമ്മൾ അങ്ങനെല്ലാം പറിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുരിങ്ങക്കോല് കേട്ടോ, മുരിങ്ങക്കായ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു ആ ഭാഗത്ത്. മുരിങ്ങയുടെ ഒരു മരം ഉണ്ട് കേട്ടോ. അത് വെറുതെ കിളിച്ചോ. ഇപ്പോൾ സീസണാണ്, എന്നിട്ട് പോലും മര്യാദയ്ക്ക് അതിനകത്തൊരു കാ വരുന്നില്ല. അപ്പം ഞാൻ പറയുക നമുക്കത് കുറേ വെട്ടി വിട്ട് നോക്കാം, അടുത്ത വർഷമെങ്കിലും കിളിക്കുന്നെങ്കിൽ കിളിക്കട്ടെ എന്ന്. അതുമാത്രമല്ല കേട്ടോ, നമ്മുടെ മുളകിൻ്റെ മണ്ടയിലെല്ലാം ഇതുപോലുള്ള കാട്ടുവള്ളിപ്പയറെല്ലാം ഇങ്ങനെ പടർന്ന് കിടക്കുവാണ്. ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇതിൻ്റെ മണ്ടയിൽ നിന്നെല്ലാം ചെയ്ത് മാറ്റിയതാണ്. പക്ഷേ എന്നിട്ടും പിന്നെയും അതിൻ്റെ മണ്ടയിലോട്ട് കിളിർത്തി ഇങ്ങനെ കിടക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിനകത്ത് ചെറിയ മുളകുകളൊന്നും കാന്താരി മുളകൊന്നും പിടിക്കുന്നില്ല. അതിൻ്റെ ആ ഇലകളെല്ലാം ഇങ്ങനെ മുരടിച്ച് നിൽക്കുക. ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ പുള്ളിക്കാരനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് പറിച്ചു കൊടുത്ത് ചിലപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്ത് വിട്ടാൽ അങ്ങ് കിളിക്കുന്നെങ്കിൽ കിളിച്ചോട്ടെ. അങ്ങനെ ഞാൻ അതിൻ്റെ മണ്ടയിൽ നിന്നുള്ളതെല്ലാം പറിച്ചെടുക്കുകയാണ്. നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ. കാരണം രാവിലെ ആയിരുന്നു നമ്മൾ പണി തുടങ്ങിയത്, അതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്കിളിനോട് ഞാൻ പറഞ്ഞു ഇനി മുരിങ്ങയുടെ കമ്പ് ഞാൻ വെട്ടിക്കോളാന്ന് പറഞ്ഞിട്ട് ഞാൻ വെട്ടിയെടുക്കുകയാണ് കേട്ടോ. ഒന്ന് വെട്ടി നോക്കിയാൽ ചിലപ്പോൾ അതിനകത്ത് കാ പിടിക്കുന്നെങ്കിലോ. അങ്ങനെ ഞാൻ 4 സൈഡിലുമുള്ള കമ്പുകളുടെ ശിഖരങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. വെട്ടിക്കൊടുത്തിട്ട് പിടിക്കുന്നെങ്കിൽ പിടിച്ചോട്ടെ. എന്തായാലും ഞാൻ അന്നേരം മമ്മിയോട് പറയുന്നു ചിലപ്പം പപ്പ വരുന്ന സമയത്ത് നമ്മളെ ശരിയാക്കുമെന്ന്. കാരണം ഈ കമ്പുകളെല്ലാം വെട്ടിക്കളയുന്നത് കൊണ്ടേ വെറുതെ കിളിച്ചു പോയി. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു കൂടി പോയി ഒരു 10 കായ്ക്കും വേണ്ടിയേ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. നല്ല വലിയ മരമാണ് കേട്ടോ. നല്ല 4 സൈഡിലും നല്ല രീതിയിൽ ശിഖരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതനുസരിച്ചുള്ള ഒരു പ്രതിഫലം നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് വിട്ട് നോക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അത്യാവശ്യം കുറേയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കേട്ടോ. ക്ലിയർ ചെയ്തപ്പോൾ തന്നെ ഏകദേശം അവിടുത്തെ വെട്ടം നോക്കിയൊക്കെ അത്യാവശ്യം കുറേയും കൂടെ കൂടി കേട്ടോ. അപ്പം മമ്മി എന്നോട് പറഞ്ഞു ഒരു കമ്പ് വെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി നടാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെട്ടിയ കമ്പം കൊണ്ട് ശരിയാവുന്നില്ല, അതിനെല്ലാവരോടും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നിടത്ത് വീണ്ടും ആശാൻ വന്നിട്ട് അതിൻ്റെ കുറ്റിയെല്ലാം ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ പറിച്ചത് നേരത്തെ ശരിയായില്ലല്ലോ. അപ്പോൾ അവർ രണ്ടുപേരോട് ചേർന്നിട്ട് ആ ഒരു ഭാഗം ഫുള്ള് ക്ലിയർ ചെയ്യുകയാണ്. അതിനിടയ്ക്കൂടെ എൻ്റെ കൈ ഒന്ന് കാര്യമായിട്ട് മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാൻ ഞാൻ അവസാനം ഇട്ടിട്ട് പോയി. അല്ലാതെ എന്താ ചെയ്യുന്നത്, കാരണം ഞാൻ പറിച്ചിട്ട് അതുകൊണ്ട് ശരിയാവാത്തത് കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ബോറടിച്ച്.
അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അത്യാവശ്യം അവിടേക്ക് ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പം മമ്മി പറഞ്ഞു എങ്കിൽ നമുക്കിതിന് മുളകിന് കുറച്ച് മണ്ണും കൂടെ വെട്ടിയിട്ട് കൊടുക്കാമെന്നേ. നമ്മൾ ചെറിയൊരു കുന്താലിക്കായ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ വാങ്ങിച്ച പുതിയതാണ്, നമ്മുടെ പറമ്പിലേക്ക് വേണ്ടുന്നൊരു ആയുധമാണ് കേട്ടോ. അപ്പം നമ്മളത് വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മമ്മി അതിൻ്റെ ചോട്ടിലൊക്കെ നന്നായിട്ട് മണ്ണൊക്കെ ഒന്ന് വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു കുന്താലി വാങ്ങിച്ചതുകൊണ്ട് നമുക്കിപ്പം ഇങ്ങനെ മണ്ണൊക്കെ വെട്ടിയിടുന്നതിന് വലിയ പാടില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ നമ്മുടെ കയ്യിലിരുന്ന് കൊച്ചൊരു കുന്താലിയായിരുന്നല്ലോ, ഇപ്പോൾ ഇത് പുതിയതായതുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഇതിൻ്റെ 4 സൈഡും ഒന്ന് കോതി വിട്ട് നോക്കാം. ഏതാണ് നമ്മുടെ മുളകിൻ്റെ, കിളിക്കുന്നെങ്കിൽ കിളിച്ചോട്ടെ അതും. കാരണം ഇത് നമ്മളിപ്പോൾ മുടിയാണെങ്കിൽ പോലും തുമ്പ് വെട്ടിവിട്ടെങ്കിലല്ലേ വീണ്ടും അത് കിളിച്ച് വരത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ മരങ്ങൾക്കും ശിഖരങ്ങളൊക്കെ വെട്ടിവിട്ട് കൊടുത്തെങ്കിലേ പുതിയ പുതിയ ശിഖരങ്ങൾ വന്ന് കായ്കൾ വരത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ ഒന്ന് 4 സൈഡും ഒന്ന് വെട്ടിവിടാമെന്ന് വെച്ചിട്ട് അവർക്ക് മൊത്തം ഒന്ന് ക്ലിയർ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു മുട്ടക്കുട്ടപ്പനാക്കി തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. കുറേ വെട്ടിക്കളഞ്ഞു, കുറേ വെട്ടിക്കളഞ്ഞു കേട്ടോ. കാരണം വീണ്ടും ശിഖരങ്ങളൊക്കെ വന്നിട്ട് ഒന്ന് കിളിച്ചോട്ടെ. ഇനി ഇതിന് നാളെ കുറച്ച് മരുന്നും കൂടെ ഒക്കെ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ശരിയാവുമായിരിക്കും. കാരണം ഇലകളൊക്കെ നല്ല രീതിയിൽ മുരടിച്ച് തന്നെ നിൽക്കുകയാണ് കേട്ടോ. കാണുമ്പോൾ ഒരുപാട് തിങ്ങി നിരങ്ങി അതിന് പൂക്കളും ഒരുപാട് നിൽപ്പുണ്ട്. പക്ഷേ അതിനകത്തുനിന്ന് മുളകുകൾ മാത്രം വരുന്നില്ല. അതിന് മുമ്പിൽ ഇതെല്ലാം കൊഴിഞ്ഞു പോവുകയാണ്. അതിൻ്റെ കൂടെ ആ ഒരു അതിൻ്റെ ഇലയും കൂടെ ഒന്ന് മുരടിച്ചിരിക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് അതിൻ്റെ ഒരു പ്രതിഫലം കിട്ടുന്നില്ല. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ ചിലപ്പം കിളിക്കുമായിരിക്കും. അങ്ങനെയാണ് കേട്ടോ എല്ലാം ഒന്ന് വെട്ടിക്കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ കുറേ എടുത്ത് അന്വേഷിച്ച് നമുക്ക് വേറെയും കൂടെ തൈ കിട്ടുമെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ ഒരു സീസൺ അല്ലാത്തതുകൊണ്ട് എങ്ങും തന്നെ അതിൻ്റെ തൈകൾ കിട്ടുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിന് ആ ഒരു ഭാഗത്തിന് നമുക്കൊരു ചെറിയൊരു മാവ് നിൽപ്പുണ്ടായിരുന്നു. ഏത് ഇനം മാവാണെന്നൊന്നും നമുക്കറിയാൻ വയ്യ, എന്നാലൊരു മാവ് നിൽപ്പുണ്ടായിരുന്നു. അതിനെ ഒന്ന് കോതി വിടാമെന്ന് വെച്ച്. കാരണം ഇതുവരെ ഇതിനകത്ത് മാങ്ങ വന്നിട്ടില്ല. ഈ ഒരു മുരിങ്ങയുടെ കമ്പും മാവിൻ്റെ കമ്പും എല്ലാം കൂടെ കയറി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അതുങ്ങൾക്ക് വളരാനോ അല്ലെങ്കിൽ കായ്കൾ വരാനോ ഉള്ള ഒരു സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു നന്നായിട്ട് അങ്ങ് കോതി വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം താഴെ കുറച്ച് വെട്ടവും വെളിച്ചവും കൂടെ കിട്ടുമല്ലോ. അങ്ങനെ അതിൻ്റെ ശിഖരങ്ങളെല്ലാം നമ്മൾ കോതി വിടുന്നുണ്ട്. ഏത് ഇനമാണെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. ഇനി വല്ല കർപ്പൂരോ മൂവാണ്ടനോ എന്താണെന്ന് അറിയാൻ വയ്യ. എന്തായാലും നല്ല രീതിയിൽ അതൊന്ന് കോതി വിടുന്നുണ്ട്. നമ്മുടെ ഷെയ്ഡിൻ്റെ മേളിലോട്ടും എല്ലാം അതിൻ്റെ ആ ഒരു മാവിൻ്റെ ശിഖരം നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൂടെ ആ മുരിങ്ങയുടെ ശിഖരങ്ങളും അതുകൂടാതെ അതിൻ്റെ കൂടെ നെല്ലിയുടെ മരവും കൂടെ ആ ഒരു സൈഡിൽ നിൽപ്പുണ്ടായിരുന്നേ. ചെറിയൊരു നെല്ലിമരവും കൂടെ കിളിച്ചു വരുന്നുണ്ട്. ഇതിപ്പോൾ ആർക്കും വളർന്നു പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പിന്നെ ഇത് കോതി വിടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇത്രയും കോതിയാൽ മതി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, നല്ല രീതിയിൽ തന്നെ കോതി വിട്ടോ. കാരണം എന്തായാലും അതിനകത്ത് കായ്കളോ കാര്യങ്ങളൊന്നും വരുന്നില്ല, ചുമ്മാ നിർത്തിയിട്ടും കാര്യമില്ല. അപ്പോൾ അത് വെട്ടിക്കളഞ്ഞിട്ടെങ്കിലും കിളിക്കുന്നെങ്കിൽ കിളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു നന്നായിട്ട് തന്നെ കോതി വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ കോതി വിട്ട വഴിക്ക് നമ്മുടെ പാവം കോവയ്ക്കകത്ത് വന്ന് വീണ് കേട്ടോ. നമ്മൾ ആദ്യമേ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വലിച്ചൊക്കെ കെട്ടി ഒരുവിധം സെറ്റാക്കി വെച്ചിരുന്നതായിരുന്നേ. പക്ഷേ വീണ്ടും അതുങ്ങളുടെ മണ്ടയിലോട്ട് വന്ന് വീണപ്പോഴത്തേ നോക്കിക്കേ പെട്ടതാണ് കേട്ടോ വാടിപ്പോയത്. നോക്കി നമ്മൾ മനുഷ്യരെ പോലെ തന്നെ ആയിരിക്കും അല്ലേ ഇവരെല്ലാവരും. അതുങ്ങളുടെ ദേഹത്തോട്ട് വീണപ്പോഴത്തേക്ക് അതുങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ടാവും. നോക്കിയൊക്കെ എന്ത് പെട്ടെന്നാണ് അതൊന്ന് വാടിപ്പോയെന്ന്. അപ്പോൾ മമ്മി പറഞ്ഞ് തൽക്കാലം അങ്ങനെ തന്നെ നിന്ന് പോട്ടെ, നാളെ കുറച്ചും കൂടി വള്ളിയൊക്കെ വാങ്ങിച്ചിട്ട്, നമ്മുടെ വള്ളി വാങ്ങിച്ചിരുന്നത് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വള്ളിയെല്ലാം വാങ്ങിച്ച് അതുങ്ങളെ ഒന്നും കൂടി പിടിച്ച് വലിച്ച് കെട്ടാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വലിയൊരു ബ്രിഞ്ചാൾ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതും ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് പയറും കൂടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ പയറിനെ എല്ലാത്തിനെയും നമ്മളൊന്ന് പിച്ചെടുക്കുന്നുണ്ട്. അതിനിടയ്ക്കൂടെ വീണ്ടും ഒരു ചെറിയ ഒരു കാന്താരിയുടെ തൈയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കോതി വിട്ടേക്കാന്ന് വെച്ചാൽ അതാണെങ്കിൽ അങ്ങോട്ട് പൊങ്ങി വന്നിട്ടും ഇല്ല, തറയിൽ തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതിനെ ഒരു 4 സൈഡിൽ നമ്മളൊന്ന് കോതി വിടുന്നുണ്ട്. അങ്ങനെ കോതി വിട്ട് അതിനെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് കുറച്ചും കൂടെ പയറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പയറും കൂടെ ഒക്കെ ഒന്ന് പിച്ചെടുക്കുന്നുണ്ട്. നോക്കിക്കുക നമ്മുടെ പറമ്പ് ഫുള്ള് പെട്ടെന്നാണ് കേട്ടോ പോച്ചയായി തുടങ്ങി. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പിച്ചി കൊടുക്കുന്നതാണ്. എന്നാലും നമ്മൾ ഈ ഇതുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന വളങ്ങളൊക്കെ അതുങ്ങളും കൂടെ പിടിച്ചെടുത്തിട്ട് പെട്ടെന്ന് കയറി നല്ല രീതിയിൽ പോച്ചയും കൂടെ ഗ്രോത്ത് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒന്ന് പറമ്പൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. പക്ഷേ ഇന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പണി. കാരണം ഇപ്പോഴത്തെ ഒരു ചൂടിന് ഒരു രക്ഷയില്ല, നമുക്ക് പറമ്പിലൊന്നും നിന്ന് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് നമുക്കിന്ന് ഉച്ചവരെ പണി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ആ പയറെല്ലാം ഒന്ന് പിച്ചി എടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ പയർ നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൂടെ കുറേ പാവയ്ക്കകളൊക്കെ നിൽപ്പുണ്ട്. അതുങ്ങളെയൊക്കെ നമുക്കൊന്ന് പിച്ചി എടുക്കണം. കുറച്ച് അത്യാവശ്യം ഒരു പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം നോക്കിക്കേ ഇത്രയല്ല കേട്ടോ, കുറച്ച് പയർ നമ്മൾക്ക് ആദ്യമേ തന്നെ പറിച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ പയർ പോലല്ല കേട്ടോ, അത്യാവശ്യം നല്ല നീളത്തിലുള്ള പയറാണ് നമ്മുടെ പറമ്പിലുള്ളത്.
അത് കഴിഞ്ഞിട്ട് ഇതേ കുറേ പാവയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാവയ്ക്കൊക്കെ നമ്മളൊന്ന് പിച്ചി എടുക്കുന്നുണ്ട്. നമ്മൾ അന്ന് പേപ്പർ കുത്തിയിട്ടിരുന്നില്ലേ, ആ പാവയ്ക്കൊക്കെയാണ് കേട്ടോ. ഒരു 3-4 പാവയ്ക്കും വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പിച്ചി എടുത്തു. അതിനുശേഷം നമുക്ക് പിന്നെ ആ ഒരു ഭാഗത്തുണ്ടായിരുന്ന ഒരു പാവയ്ക്ക ചീത്തയായി പോയി കേട്ടോ. അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നു. കാരണം നമ്മൾ പേപ്പർ കുത്തിയിട്ടതാണ്, എന്നിട്ടും ആ പാവയ്ക്ക എന്തോ ചീത്തയായി പോയി കേട്ടോ. ദേ വീണ്ടും നമുക്ക് പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതിനെയും കൂടെ എടുക്കുന്നുണ്ട്. ദേ ഈ ഒരു പാവയ്ക്ക ഉണ്ടല്ലോ, പേപ്പർ കുത്തിയിട്ടാണ് വലുതായെങ്കിലും ദേ നോക്കിക്കുക, ആ ഒരു ഭാഗം അത്രയും എന്തോ തിന്ന് ചീത്തയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നാലും നമ്മളത് പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1-2 പാവയ്ക്കും കൂടെ പേപ്പർ കുത്താനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പേപ്പറൊക്കെ കുത്തിയെടുക്കുന്നുണ്ട്. ഇതേ ആ ഒരു ഭാഗത്തും കുറച്ച് പയറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് പിച്ചിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. ഇതിൻ്റെ ബാക്കി വീഡിയോ വീണ്ടും വരുന്നുണ്ട്. നാളെ ബാലൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.